സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, കരിയറിനും ഉണ്ടാകരുത്. സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാദമി. നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. എനിക്കൊപ്പം ജയേഷ് പൂക്കോട്ടൂരുണ്ട്, ഒപ്പം MSK ചേരുകയാണ്. സംഭവിച്ചത് അതിഗംഭീരമായൊരു മത്സരത്തിൻ്റെ ഹാങ് ഓവർ വിട്ടുമാറുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം പോർച്ചുഗൽ അതിഗംഭീരമായിട്ട് ഇപ്പോൾ പ്രീ ക്വാർട്ടറിലേക്ക് വന്നിരിക്കുന്നു. എതിരാളികൾ മറ്റാരുമല്ല, കരുത്തരായ സ്പെയിനാണ്. അങ്ങനെ പ്രീ ക്വാർട്ടറിലൊരു സ്പെയിൻ പോർച്ചുഗൽ പോരാട്ടത്തിന് അരങ്ങൊരുങ്ങിയിരിക്കുകയാണ്. മത്സരത്തിലേക്ക് തന്നെ വിശദമായിട്ട് ആദ്യം എത്താം. ജയേഷ്, ഇത് നമ്മൾ പറഞ്ഞ് പഴകിയ ഒരു ക്ലീശ ഞാൻ പറയാം. ആണ് ഈ ലോകകപ്പിലെ ഏറ്റവും ആവേശകരമായ മത്സരം, അല്ലേ? നമ്മൾ എന്നും പറയുന്നതാണ് ഓരോ മത്സരം. പ്രീ ക്വാർട്ടറിലേക്ക്, നോക്കൌട്ട് റൗണ്ടിലേക്ക് കടക്കുന്ന കഴിഞ്ഞ ദിവസം ഇത് തന്നെ പറഞ്ഞു, വീണ്ടും പറയേണ്ടി വരുമെന്നും ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ മത്സരം തന്നെ. അതായത് ഇഞ്ചോടിഞ്ച് വിട്ടുകൊടുക്കാത്തുള്ള പോരാട്ടം. അത് രണ്ട് ലെജൻഡ്സ് അവിടെ ഓപ്പോസിറ്റ് വരുന്നു. വൺ സൈഡ് CR7, മറുഭാഗത്ത് ലൂക്ക മോഡ്രിച്ച്. ഇവരിൽ ആര് പോകും, മടങ്ങും, ആര് ഒടുവിൽ ചിരിക്കും എന്നൊക്കെ ഉള്ളതായിരുന്നു ചോദ്യം. പക്ഷേ അതിഗംഭീരമായിട്ടുള്ള മത്സരം തന്നെ അവിടെ വരുന്നു. അവസാന നിമിഷം ഒരു വിവാദം വരുന്നു. അതൊരു ഗോളായി കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ, അംഗീകരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ മത്സരം ഇപ്പോഴും ഒരുപക്ഷെ നീണ്ടേനെ. എങ്ങനെയാണ് നമുക്ക് പോർച്ചുഗലിൻ്റെ ഈ മുന്നേറ്റത്തെ കണക്കാക്കാൻ കഴിയുക? നമ്മളിപ്പോൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ നമുക്കൊരു കുടുംബവിളക്ക് സീരിയലും സെക്കൻഡ് ഹാഫിൽ KGF ഇട്ടെന്നൊരു ഫീലായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ അങ്ങേയറ്റം അലസമായ കളിയാണ് കളിച്ചത്. പൊസിഷൻ ഒരു 70% പോർച്ചുഗൽ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം തന്നെയാണ് ഫസ്റ്റ് ഹാഫിൽ. പക്ഷേ ആകെ ഒരേ ഒരു ഓൺ ടാർഗറ്റ് ഷോട്ടാണ് അടിച്ചത്. 70% പൊസിഷൻ ഉണ്ടായിരിക്കുന്ന ഒരു ടീം ഒരേ ഒരു ഓൺ ടാർഗറ്റ് മാത്രമേ അടിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ അത്രത്തോളം വിരസമാണ്. മറുവശത്ത് കുറെ കൂടി ഡിഫെൻഡ് ചെയ്ത് കളിക്കാനാണ് ക്രൊയേഷ്യ ഫസ്റ്റ് ഹാഫിൽ ശ്രമിച്ചത്. പക്ഷേ അവർ കിട്ടിയ അവസരങ്ങളിൽ നല്ല രീതിയിൽ കൗണ്ടറിന് ശ്രമിക്കുന്നുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ അടിമുടി മാറി. അതായത് പെരിസിച്ചിലൂടെ ക്രൊയേഷ്യ തന്നെ ആദ്യം ലീഡ് എടുക്കുന്നു. പിന്നെ ക്രിസ്ത്യാനോ ഒരു ഗോൾ അടിക്കുന്നത് ഓഫ് സൈഡിൽ വിധിച്ച് വാറിൽ പോകുന്നു. അത് അണ്ണൻ്റെ ആ ഒരു ഐക്കോണിക് സെലിബ്രേഷനിൽ നിൽക്കുമ്പോഴാണ് കറക്റ്റ് വാറിലേക്ക് പോയി. അത് നിരാശയൊക്കെയായി. പിന്നീട് കൃത്യമായിട്ടൊരു പെനൽറ്റി പോർച്ചുഗലിന് ലഭിക്കുന്നു. അത് നല്ല ഗോൾ തന്നെയായിരുന്നു. കാരണം പെനൽറ്റി ഏത് രീതിയിൽ, അത് ക്രൊയേഷ്യൻ ഗോളി സൈഡിലേക്ക് ചാടുമെന്ന് കണ്ട് കൃത്യമായിട്ട് സെൻറ്ററിലേക്ക് അടിച്ചു കയറ്റിയൊരു ഗോള്. അപ്പോൾ പിന്നീട് ക്രിസ്ത്യാനോയെ സബ് ചെയ്യുന്നു. അത് ആ ഗോളിൻ്റെ അതിൻ്റെ അനാലിസിസ് ആദ്യം കാണിച്ചത് ഒരു പക്ഷേ രണ്ടിലേതെങ്കിലും ഒരു മൂല റൊണാൾഡോ ലക്ഷ്യം വെക്കുമെന്നായിരുന്നു. അതെ. അത് കൃത്യമായിട്ട് അദ്ദേഹം സെൻറ്ററിലേക്ക് അടിച്ചു. അതൊരു അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ആണ് അത് കാണിക്കുന്നത്. അത്രയും ക്രൂഷ്യലായിട്ടുള്ളൊരു മാച്ച്, അത്രയും ക്രൂഷ്യലായിട്ടുള്ളൊരു മൊമെൻറ്റിൽ പിന്നീട് ക്രിസ്ത്യാനോ ഒരു 81-ാം മിനിറ്റിൽ സബ് ചെയ്യുന്നുണ്ട്. അപ്പം അദ്ദേഹം വലിയൊരു നിരാശയിലൊക്കെയാണ് പോകുന്നത്. പക്ഷേ ക്രിസ്ത്യാനോയെ സബ് ചെയ്യാൻ മാർട്ടിനസ് കാണിച്ച ആ തീരുമാനമാണ് ഈ ധൈര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇന്ന് അദ്ദേഹത്തെ ക്രിസ്ത്യാനോയെ എല്ലാ മത്സരത്തിലും സബ് ചെയ്യണമെന്നല്ല പറയുന്നത്. പക്ഷേ ഒരു 75 മിനിറ്റിന് ശേഷം പോർച്ചുഗൽ കളിച്ചൊരു കളി, ആ ഇഞ്ചുറി ടൈം അവസാനം വരെ, അതായത് 10 മിനിറ്റാണ് ഇഞ്ചുറി ടൈം കൊടുത്തത്. അത് 14 മിനിറ്റ് പോയിട്ടുണ്ടായിരുന്നു ഇഞ്ചുറി ടൈം, 7 മിനിറ്റ് വരെ പോയി. അങ്ങനെ. അപ്പോൾ അവസാനം ഒരു 30 മിനിറ്റിൽ പോർച്ചുഗൽ കളിച്ച കളി വേറെ ലെവൽ കളി തന്നെയായിരുന്നു. മറുവശത്ത് അതുപോലെ തന്നെ ക്രൊയേഷ്യയും നല്ല ഗംഭീരമായിട്ട് തന്നെ കളിച്ചു. പോർച്ചുഗൽ ഈ മത്സരത്തിലേക്ക് നോക്കുമ്പോൾ ആ ഗോളിലേക്ക് വരാം. ഗോൺസാലോ റാമോസിൻ്റെ ഒരു ഗംഭീര, റാഫേലിയായുടെ പക്ക ഒരു ക്രോസ് തന്നെയായിരുന്നു. അത് ഒരു താഴ്ന്നിറങ്ങുന്ന ഒരു ബോള്. അതിൽ കൃത്യമായി, അതായത് ജോസ് ഗാർഡിയോളടക്കം 2 ഡിഫൻഡേഴ്സ് ഗോൺസാലോ റാമോസിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് അദ്ദേഹം ചാടി, അതായത് ഏറെക്കുറെ ഹൈറ്റ് നോക്കുമ്പോൾ ജോസ് ഗാർഡിയോളാണ് കുറെ കൂടി ഹൈറ്റ് ഉള്ളത്. പക്ഷേ അതിൽ നിന്ന് ചാടി കൃത്യമായ പൊസിഷനിലേക്ക് ഗോൺസാലോ റാമോസ് ഗോൾ കണ്ടെത്താണ്. എന്തുകൊണ്ട് പോർച്ചുഗലിൻ്റെ ഒരു പെർഫെക്റ്റ് നമ്പർ 9 താനാണെന്ന് കൃത്യമായിട്ട് തെളിയിക്കുന്ന, എന്തുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടി പ്ലേയിങ് ടൈം കൊടുക്കണമെന്ന് എല്ലാവരും പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ആ ക്രൂഷ്യൽ ഗോൾ തന്നെയായിരുന്നു. റിപ്പോർട്ടർ TVയും മൈജിയും ചേർന്നൊരുക്കുന്ന ലോകകപ്പ് പ്രവചന മത്സരം. നേടാം ടയോട്ട ഗ്ലാൻസ കാർ അടക്കമുള്ള ബമ്പർ സമ്മാനങ്ങൾ. വിസിറ്റ് reporterlive.com. Scan this QR code. അതിനുശേഷം നേരത്തെ അനുപേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഗോള് വരുന്നു. അത് മുടിനാരിഴ വ്യത്യാസത്തിന് എന്നൊക്കെ പറയുന്ന പോലെ, അത് രണ്ടാമത് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ശരിക്ക് അദ്ദേഹത്തിൻ്റെ മുടിയിൽ തട്ടി എന്നുള്ളതാണ്, തലയിൽ തട്ടി എന്നുള്ള, മുടിയിൽ തട്ടി എന്നുള്ളതാണ്. പിന്നീട് പോർച്ചുഗൽ താരത്തിൻ്റെ ഷോൾഡറിൽ തട്ടിയിട്ടാണ്, പുറത്ത് തട്ടിയിട്ടാണ് അത് ഒരു ഗോളിലേക്കുള്ള ശ്രമം നടത്തുന്നത്. ഒരുപാട് വാർച്ചക്കിനതിനൊക്കെ ശേഷം, അത്രമാത്രം ഒരു മൊമെൻറ്റിന് ശേഷമാണ് പിന്നീട് അത് ആ ഗോള് നിഷേധിക്കപ്പെടുന്നത്. അങ്ങനെ 2-1 ഒരു വിജയവുമായിട്ട് പോർച്ചുഗൽ കയറാണ്. പോർച്ചുഗൽ നോക്കുമ്പോൾ 3 ഓൺ ടാർഗറ്റ് ഷോട്ടാണ് അവർ അടിച്ചിട്ടുള്ളത്. പക്ഷേ മറുവശത്ത് 7 ടാർഗറ്റ് ഷോട്ടുകൾ ക്രൊയേഷ്യക്ക് ഉണ്ടായിരുന്നു. പൊസിഷൻ നോക്കുമ്പോൾ 62% പൊസിഷന് പോർച്ചുഗലിനുണ്ട്. അപ്പുറത്ത് 38 ഉള്ളൂ. പക്ഷേ ഒരു
നമ്മൾ ഈ ഒരു വിജയതൃഷ്ണ എന്നൊക്കെ പറയുമല്ലോ, അത് കൃത്യമായിട്ട് കാണിച്ചത് ക്രൊയേഷ്യ തന്നെയായിരുന്നു. അതിൽ തന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത് അവരുടെ ലൂക്ക മോഡ്രിച്ച് എന്നുള്ളൊരു ലെജൻഡറി താരത്തിൻ്റെ ഒരു പെർഫോമൻസ് തന്നെയാണ്. ഇപ്പോഴും അദ്ദേഹത്തിന് 40 ഇപ്പോഴും 20 എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ, അദ്ദേഹത്തിൻ്റെ കീ പാസുകൾ, പെനട്രേറ്റഡ് പാസുകൾ എല്ലാം എന്ത് ഗംഭീരമായിട്ടാണ് അദ്ദേഹം നൽകുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ശരിക്കും ഈ ഒരു മത്സരത്തിൽ ക്രിസ്ത്യാനോ അല്ലെങ്കിൽ മോഡ്രിച്ച് രണ്ടിലൊരു ഇതിഹാസം, ഒരു ലെജൻഡിന്റെ പടിയിറക്കമായിരുന്നല്ലോ. അത് മോഡ്രിച്ചിൻ്റെതായി. അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി തന്നെ ആ ഗോളൊക്കെ നിശ്ചയിച്ച സമയത്ത് വിഷമത്തോടെ തന്നെ അദ്ദേഹത്തെ കാണുന്നുണ്ട്. അതൊരു വല്ലാത്തൊരു മൊമെന്റ് തന്നെയായിരുന്നു അദ്ദേഹം പോകുന്നു എന്നുള്ളത്. ഒപ്പം തന്നെ പോർച്ചുഗൽ നിരയിൽ എടുത്തു പറയാനുള്ളത് അവരുടെ ഗോൾ കീപ്പർ ഡിയാഗോ കോസ്റ്റയുടെ പെർഫോമൻസ് തന്നെയാണ്. 7 സേവുകൾ. അതിൽ തന്നെ ലാസ്റ്റ് ജോസ് ഗാർഡിയോളുടെ ഒരു ക്ലോസ് റേഞ്ച് ഷോട്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ എമിയുടെ സെയിം രീതിയിൽ ക്ലോസ് റേഞ്ച് ഷോട്ട് ഒരു മാരക സേവ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഗംഭീരമായ മൊമെന്റുകൾ കണ്ട സെക്കൻഡ് ഹാഫ്. പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളികൾ കുറയേണ്ടത്. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എത്താം. ഒപ്പം ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ ഒരു നിർത്താം. മത്സരത്തിന് ശേഷം ക്രിസ്ത്യാനോ 21 നമ്പർ ജേഴ്സി അണിഞ്ഞ് സ്റ്റേഡിയത്തെ വലം വെച്ചു ഡിയാഗോ ജോട്ടയെ. ആ ജോട്ടയെ നമ്മൾ ഒരിക്കലും മറക്കൂല. കൃത്യം 1 വർഷം തികയാണ് അദ്ദേഹം മരിച്ചിട്ട്. സ്പെയിനിലെ കഴിഞ്ഞ വർഷമായിരുന്നു, ഇതേ ദിവസമായിരുന്നു അദ്ദേഹം മരിച്ചത്. കൃത്യം 1 വർഷം തികയുന്ന വേളയിൽ തന്നെ പോർച്ചുഗലിൻ്റെ ഒരു ക്രൂഷ്യൽ നോക്കൗട്ട് മാച്ച് വരുന്നു. അതിലൊരു ത്രില്ലിംഗ് മത്സരം വരുന്നു. അത് ജോട്ടയ്ക്ക് വേണ്ടി അവർക്കത് ജയിക്കണമായിരുന്നു, അവരത് ജയിച്ചു. തീർച്ചയായിട്ടും അങ്ങനെ വൈകാരികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ആ മത്സരത്തിനുണ്ട്. കാരണം ഈ ടൂർണമെന്റ് ഇറങ്ങുമ്പോൾ തന്നെ പോർച്ചുഗൽ ടീം വ്യക്തമാക്കിയ ഒരു കാര്യമാണ്, ജോട്ട എവിടെയും പോയിട്ടില്ല, ഞങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. അദ്ദേഹത്തിന്റെ ജേഴ്സി പറയുന്ന 21 നമ്പർ ജേഴ്സി കൂടെ കരുതിക്കൊണ്ടാണ് അവർ വരികയും ചെയ്തത്. നമ്മള് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് മരിച്ച അല്ലെങ്കിൽ ടീമിൽ ഇല്ലാത്തൊരു താരത്തെ അവരുടെ ടീമിന്റെ ഭാഗമാക്കുന്നത്. 27 അംഗ സ്ക്വാഡിനാണ് അവർ പ്രഖ്യാപിച്ചത്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, കഴിഞ്ഞ ഈ മത്സരം അവർക്ക് പോർച്ചുഗലിനെ സംബന്ധിച്ച് ഈ മത്സരം എനിക്ക് തോന്നുന്നു എക്സ്ട്രാ ടൈമിലേക്ക് നീട്ടാൻ ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. അവർക്ക് ജയിച്ചേ മതിയാകുമായിരുന്നു. കാരണം എക്സ്ട്രാ ടൈമിലേക്ക് നീട്ടുകയും അവസാന നിമിഷം ഗോൾ വഴങ്ങുകയും പിന്നീട് പെനാൽറ്റിയിലേക്ക് പോയി തോക്കുകയും ഒക്കെ പതിവാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവസാന നിമിഷങ്ങളിൽ പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഹാഫിലേക്ക് വരുന്ന പന്തുകളെ അടിച്ചകറ്റാൻ ശ്രമിക്കുന്ന പോർച്ചുഗൽ താരങ്ങളെ നമ്മൾ കണ്ടു. അത് മറ്റ് മത്സരങ്ങളൊന്നും അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടില്ല. കാരണം അവസാന നിമിഷം പോലും പന്ത് ഹോൾഡ് ചെയ്തോ പാസ് ചെയ്തോ കളിക്കുന്ന കളിക്കാരാണ് നമ്മൾ കഴിഞ്ഞ മത്സരങ്ങൾ കണ്ടത്. നമ്മൾ കഴിഞ്ഞ ടാക്ടിക്സിൽ പറയുമ്പോഴേ മോഡ്രിച്ചിൻ്റെയും റൊണാൾഡോയുടെയും കാര്യം ജയേഷ് വളരെ രസകരമായി പറഞ്ഞിരുന്നു. 41-കാരനായ റൊണാൾഡോയും 40-കാരനായ മോഡ്രിച്ചും തമ്മിലുള്ള പോരാട്ടം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു പോരാട്ടം അതിൻ്റെ എങ്ങനെയാണ് ഒരു ക്ലാസിക് തലത്തിൽ കാണുന്നത് MSKയുടെ ഒരു നിരീക്ഷണത്തിൽ? അതിൽ രണ്ടുപേരും പ്രധാനപ്പെട്ട താരങ്ങളാണ്. റയലിന് വേണ്ടി ഒരുപാട് കാലം ഒന്നിച്ച് കളിച്ച താരങ്ങളാണ്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിൻ്റെ ഹൈപ്പുകളിൽ ഒന്ന് ഇതായിരുന്നു, റൊണാൾഡോ വേഴ്സസ് മോഡ്രിച്ച് എന്നായിരുന്നു. നമ്മൾ പിന്നെ അതായത് ഇവർ നല്ല കാലം, അവരുടെ ഒരു നല്ല കാലം റയലിന് വേണ്ടി കളിച്ചിരുന്ന ആ ഒരു സൗഹൃദവും മറ്റുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മത്സരശേഷവും മോഡ്രിച്ചിൻ്റെ അടുത്ത് ചെന്ന് സമാധാനിപ്പിക്കുന്ന റൊണാൾഡോയുടെ ആ ഒരു വിഷ്വൽ കൃത്യമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അവർ രണ്ടുപേരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. എങ്കിൽ കൂടിയും ഈ ഒരു മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് പിന്നെ ഒരു സമയം കഴിഞ്ഞപ്പോൾ ക്രൊയേഷ്യൻ അവസാന ഈ സെക്കൻഡ് ഹാഫിൻ്റെയും അവസാന സമയങ്ങളിൽ ക്രൊയേഷ്യൻ താരങ്ങളുടെ അടുത്ത് തന്നെയായിരുന്നു പന്തുണ്ടായിരുന്നത്. അവരുടെ ആക്രമണവും മറ്റുമൊക്കെ നിൽക്കുന്ന സമയത്ത് പലപ്പോഴും പോർച്ചുഗലിൻ്റെ ആക്രമണം നമ്മൾ പഴയ സിനിമകളിലൊക്കെ ഈ സർക്കാർ ഓഫീസ് കാണിക്കാറുണ്ട്. ഒരു ഫയൽ നീങ്ങണമെങ്കിൽ ഒന്ന് കറങ്ങി അവിടെ കറങ്ങി ഇവിടെ കറങ്ങി പിന്നെയും ഇങ്ങനെ കറങ്ങി അവസാനം പിന്നെ നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടേണ്ട ആൾ അപ്പുറത്തിങ്ങനെ നിന്ന് ഹതാശയനായി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ പലപ്പോഴും പല സിനിമകൾ കാണാറുണ്ട്. പിന്നെ ക്രൊയേഷ്യൻ ആക്രമണങ്ങൾക്ക് ഒരു പിന്നെ സർഗാത്മകത ഉള്ളൊരു സമയത്ത്, ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള സമയത്ത് പോർച്ചുഗലിൻ്റെ ആക്രമണങ്ങൾക്ക് ഒരു ക്രിയേറ്റിവിറ്റി ഇല്ലാതെ പോകുന്ന ഒരുപാട് നിമിഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സർക്കാർ ഓഫീസ് പോലെ തന്നെയാണ് ഇപ്പുറത്തുള്ള, അതായത് ഫ്രണ്ടിലുള്ള സ്ട്രൈക്കർക്കോ റൊണാൾഡോയ്ക്കോ അല്ലെങ്കിൽ മറ്റാർക്കോ പന്ത് കിട്ടുന്നില്ല. അവർ സർക്കാർ ഓഫീസിൽ പോകുന്ന സമയത്ത് താഴേക്കിടയിലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫയൽ തട്ടിക്കളിക്കുന്നത് പോലെ ഈ ഡിഫൻഡേഴ്സും പിന്നെ അവിടം വരെ എത്തുന്നു, പിന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നു, വിങ്ങിന്ന് പിന്നെയും പുറകിലേക്ക് പിന്നെ ബാക്ക് പാസ് ചെയ്യുന്നു. ആ ലൈനിലുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു ഒരു സമയത്ത് കണ്ടത്. എങ്കിൽ കൂടിയും പോർച്ചുഗൽ ജയിച്ചു എന്ന് പറയുമ്പോൾ പോർച്ചുഗൽ ഒരു കംപ്ലീറ്റ് ഡൊമിനേഷൻ ഒന്നല്ല ഈ മത്സരത്തിൽ കാഴ്ചവെച്ചത്. ആരാധകർ തമ്മിലുള്ള വാക്പോരാട്ടം നടക്കുകയായിരുന്നു. ഞാനത് കേൾക്കുകയായിരുന്നു അവസാന ഘട്ടത്തിൽ. അതായത് ഇപ്പോൾ ജയിച്ചു, ഇനി നിങ്ങൾക്ക് സ്പെയിനാണെന്ന് പറയുന്നുണ്ട്, സ്പെയിനൊക്കെ തീർത്ത് കളയുന്നുള്ളൂ. പക്ഷേ നമ്മൾ ആലോചിക്കുമ്പോഴേ ആത്യന്തികമായി ഫുട്ബോൾ മത്സരം ഏതൊരു മത്സരം ആയിക്കോട്ടെ, ജയം എന്നുള്ളതാണല്ലോ പ്രധാനം. അവിടെ ജയിക്കുക എന്നുള്ളതാണ്. അത് പോർച്ചുഗൽ സാധ്യമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഒരളവോളം നമ്മൾ ഈ പറയുന്ന വിമർശനങ്ങൾക്ക് കാര്യമില്ല എന്നാണ് അവസാന ഘട്ടത്തിൽ തോന്നുന്നത്. കാരണം അല്ല, പക്ഷേ ഈ കളിയും കൊണ്ട് സ്പെയിനെതിരെ കളിക്കുകയാണെങ്കിൽ പോർച്ചുഗൽ എങ്ങനെയായിരിക്കും എന്നുള്ളതൊരു സംശയാസ്പദമാണ്.
പിന്നെ അതായത് പോർച്ചുഗലിന്റെ ഈ ആക്രമണം ഞാൻ ഒരു ഘട്ടത്തിൽ പോലും ഒരു 80 മിനിറ്റ് കഴിഞ്ഞപ്പോഴും പോർച്ചുഗൽ അവസാനം ഗോൾ അടിച്ചു എന്നുള്ളത് ശരിയാണ്. എങ്കിൽ കൂടിയും ക്രൊയേഷ്യ തന്നെയാണ് സെക്കൻഡ് ഹാഫിൽ ഡൊമിനേറ്റ് ചെയ്തത്. അവരുടെ ആക്രമണങ്ങളൊക്കെ ഇവരുടെ ഗോൾ കീപ്പർ ഇല്ലായിരുന്നെങ്കിൽ ഒരുപിടി ഗോളുകൾ വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വൈകാരിക മത്സരം കൂടിയായിരുന്നു. ഇപ്പം ജയേഷ് പറഞ്ഞതുപോലെ ജോട്ടയുടെ ആ ഒരു അദ്ദേഹത്തെ കുറിച്ചുള്ള ഓർമ്മകൾ അതൊക്കെ ഉണ്ട്. പിന്നെ റൊണാൾഡോയുടെ അവസാന ലോകകപ്പ് അല്ലെങ്കിൽ പിന്നെ ഏറ്റവും പ്രധാനം റൊണാൾഡോ നോക്കൌട്ടുകളിൽ ഗോൾ അടിച്ചില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതി ഗോളടിക്കുന്ന പ്രായം കൂടി താരമായി മാറി. അതെ, പ്രായം കൂടി താരമായി മാറി. ഈ പെനാൽറ്റിയും അത്രയും പിന്നെ സമ്മർദ്ദമുള്ള ഒരു സമയത്ത് അദ്ദേഹം ഒരു പെനാൽറ്റി ഗോൾ അടിച്ചു. അതിന് മുമ്പത്തതും ജസ്റ്റ് ഓഫ് സൈഡ് മിസ് എന്നുള്ള ലൈനിലുള്ള ഒരു ഗോളായിരുന്നു. അത് നല്ല ഗോളായിരുന്നു. അദ്ദേഹം സോളോ റണ്ണിലും കൂടെ ആയിരുന്നു. അതെ 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 അത് ഗോൾ അത് പിന്നെ ഇപ്പം ഇബ്രാഹിമോവിച്ച് ഒക്കെ അതൊരു ഗോൾ തന്നെയാണ് തരത്തിൽ. അതായത് പിന്നെ റൊണാൾഡോ അതൊരു ഓഫ് സൈഡ് അല്ല എന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തൊക്കെ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ക്രൊയേഷ്യ അവസാന നിമിഷം അടിച്ച ഗോള് അത് ക്രൊയേഷ്യ അവസാനം അടിച്ചത് ഓഫ് സൈഡ് ആണ്. ഈ ലോകകപ്പിനെ സംബന്ധിച്ച് നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ഗോളുകൾ വാറിലൂടെ അല്ലെങ്കിൽ ഓഫ് സൈഡ് പൊസിഷനിലൂടെ നിഷേധിക്കപ്പെട്ട ഒരു ടൂർണമെന്റ് കൂടിയായി മാറും. ഇപ്പൊ ഈ അവസാന നിമിഷത്തെ ക്രൊയേഷ്യയുടെ ഓഫ് സൈഡ് എന്ന് പറയുമ്പോൾ ഓൾറെഡി അതിന്റെ ഒരു നിയമം ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ ഈ പോർച്ചുഗൽ താരത്തിന്റെ പിന്നെ ടച്ച് ഒരു ഡെലിബറേറ്റ് പ്ലേയോ ക്ലിയറൻസോ പാസോ ആയിരുന്നെങ്കിൽ അതൊരു ഓഫ് സൈഡ് റീസെറ്റ് ആകുമായിരുന്നു. അപ്പോൾ അത് ഗോൾ അനുവദിക്കാമായിരുന്നു. പക്ഷേ അതൊരു ഡിഫ്ലക്ഷൻ മാത്രമാണ് അല്ലെങ്കിൽ റീബൗണ്ട് മാത്രമാണെങ്കിൽ ഓഫ് സൈഡ് റീസെറ്റ് ആവില്ല. അപ്പോൾ ഓഫ് സൈഡ് തന്നെ തുടരും. അല്ല, അത് പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ ഒന്നുകൂടി ആവർത്തിക്കാം. നമ്മുടെ ഫിഫ റെഫറി MB സന്തോഷ് കുമാർ അദ്ദേഹം നമുക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ അദ്ദേഹം വിശദമായിട്ട് തന്നെ എന്താണ് ഓഫ് സൈഡ് കെണി, എന്താണ് ഓഫ് സൈഡ് വിളിക്കുന്ന ഘട്ടം എന്ന് അദ്ദേഹം വിശദമാക്കണം. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പ്രകാരമാണെങ്കിൽ ലാസ്റ്റ് ടച്ച് ബൈ ഓൺ ടീം മേറ്റ്, അതായത് സ്വന്തം താരത്തിൻ്റെ കിക്ക് സമയത്ത് സ്വീകരിക്കുന്ന സമയത്ത് എതിർ നിരയിലെ 2 താരങ്ങളെ എങ്കിലും തടയാനുണ്ടാകണം. അല്ലെങ്കിൽ അവരുടെ നടുക്കാണെങ്കിൽ പോലും അത് ഓഫ് സൈഡ് പൊസിഷനേ ആകുന്നുള്ളൂ. അതേസമയം ആ 2 പേർക്ക് അപ്പുറത്തേക്ക് ഗോളിയെ കൂട്ടുന്നില്ല, മറ്റു താരങ്ങൾ ഡിഫൻഡേഴ്സ് അടക്കമുള്ള മറ്റു താരങ്ങൾക്ക് പിന്നിലാണ്, അല്ലെങ്കിൽ ഗോളിക്കും അവർക്കും ഇടയിലാണെങ്കിൽ ആ കിക്ക് വരുന്ന സമയത്ത് ലാസ്റ്റ് ടച്ച് സ്വന്തം താരത്തിൽ നിന്നുള്ള ലാസ്റ്റ് ടച്ച് ഇവരെ മറികടന്ന് നിൽക്കുന്ന സമയത്താണെങ്കിൽ അത് ഓഫ് സൈഡ് പൊസിഷനാണ് എന്നുള്ളതാണ്. അതിലും ഒരു വ്യക്തതയുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ടച്ച് മറ്റേ പോർച്ചുഗലിന്റെ താരത്തിൽ നിന്നാണ് പറയുന്നത്. അത് മനഃപൂർവ്വമുള്ള ഒരു ടച്ച് അല്ല, ഡെലിബറേറ്റ് അല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഓഫ് സൈഡ് പൊസിഷൻ വിളിക്കുന്നത്. എന്തെങ്കിലും സംശയമുള്ളവർക്ക് വേണമെങ്കിൽ ആ അഭിമുഖം ഒന്നുകൂടി കാണാമെന്നാണ് നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ആ വ്യക്തമായിട്ടത് കിടക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അക്കാര്യം ഒരു കാര്യം. മറ്റേ നമുക്ക് ലൂക്ക മോഡ്രിച്ചിനെ കുറിച്ച് പറയേണ്ടിയിരിക്കുന്നു തോന്നുന്നു. എത്ര ജെന്റിൽമാനായിട്ടുള്ളൊരു താരമാണ് എന്ന് ഒന്നുകൂടി അടിവരയിട്ടാണ് അദ്ദേഹം മടങ്ങുന്നതെന്ന് പറയുന്നത്. കാരണം ആ വാർ ഡിസിഷൻ വരുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം റെഫറിയോട് ചെന്ന് ചോദിക്കുന്നുണ്ട് ഇത് എന്താണ് തീരുമാനം. അദ്ദേഹത്തിന് ഏറെക്കുറെ ഉറപ്പായി നെഗറ്റീവ് ആയിരിക്കും തീരുമാനം എന്നുള്ളത്. പക്ഷേ ആ വാർ ഡിസിഷൻ റെഫറി പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിന് മുഖത്ത് വിരിയുന്ന ഒരു പുഞ്ചിരിയുണ്ട്. കടുത്ത വേദനയ്ക്കിടയിലും ചിരിക്കുന്ന ഒരു ലൂക്ക മോഡ്രിച്ച് നമ്മൾ. കാരണം അദ്ദേഹത്തിന് മത്സരം കൈവിട്ട് പോയെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന് പടിയിറക്കമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമായിരിക്കുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹം ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് കൈവിടിയുന്നില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നു ആ ഘട്ടത്തിലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അമ്മാതിരി ഒരു പ്രതികരണം, മാന്യമായിട്ടുള്ളൊരു പ്രതികരണം വരുമെന്ന്. അത് ചിലപ്പോൾ റൊണാൾഡോ ആരാധകരുടെ വിമർശനം ചിലപ്പോൾ എനിക്ക് ഏറ്റേക്കാം. എങ്കിൽ പോലും അത് അതിവൈകാരികമായി അഗ്രസീവ് ആകും ഉറപ്പായിട്ടും. അത് അദ്ദേഹത്തിന്റെ ശീലമാണ്. അറിയാമായിരിക്കും ഈ നിയമങ്ങളൊക്കെ, അതുകൊണ്ടായിരിക്കും. അത് തന്നെ അല്ല, അത് തന്നെ റൊണാൾഡോ എന്നല്ല, ഏറെക്കുറെ ഒരുവിധം പ്ലേയേഴ്സ് എല്ലാം അവിടെ അഗ്രസീവ് ആകും. പിന്നെ മോഡ്രിച്ച് നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു കാം സ്വഭാവം. അത് ഓൺ ഫീൽഡും ഓഫ് ഫീൽഡും ആയിക്കോട്ടെ ആ രീതിയിലാണ് അദ്ദേഹം നടത്തുന്നത്. അതിൻ്റെ ഒരു സ്വാഭാവിക അദ്ദേഹത്തിൻ്റെ ഒരു ഉള്ളിലുള്ള സാധനം പുറത്തു വന്നു, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഏറെയുമില്ല കുറവുമില്ല എന്ന് പറയുന്ന പോലെ. മറ്റേ മത്സരത്തിൽ ഈ രണ്ടാം പകുതിയിൽ മാർട്ടിനസ് വരുത്തുന്ന ചില മാറ്റങ്ങൾ അത് എത്രത്തോളം കളിയിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നതാണല്ലോ ഏറ്റവും പ്രധാനം. കാരണം ആദ്യ പകുതിയിൽ അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ പോകുന്നു. മറുഭാഗത്ത് രണ്ടാം പകുതി 4 മാറ്റങ്ങൾ തുടക്കത്തിൽ തന്നെ അദ്ദേഹം വരുത്തുന്നുണ്ട്. ആ ഒരു ഇമ്പാക്റ്റ്, പേസ്, ആക്രമണം, അത് കളിയിൽ വരുത്തിയിട്ടുള്ള മാറ്റം എങ്ങനെയൊക്കെയായിരുന്നു നിരീക്ഷിക്കും? അതിൽ തന്നെ ഇപ്പോൾ MSK നേരത്തെ ഒരു സർക്കാർ ഓഫീസിന്റെ കാര്യം പറഞ്ഞു. ആ ഓഫീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു ബ്രൂണോ ഫെർണാണ്ടസ്. ബ്രൂണോ ഫെർണാണ്ടസിന് 62-ം മിനിറ്റിൽ വലിക്കാൻ മാർട്ടിനസ് തയ്യാറായി. 62-ം മിനിറ്റിൽ തന്നെ ബ്രൂണോയെ വലിക്കാൻ കാണിച്ചു. അതായത് നമുക്കറിയാം ബ്രൂണോ പ്രീമിയർ ലീഗിലെ ഇങ്ങനത്തെ കുറെ ഡിസിഷൻസ് എടുത്തു. റൊണാൾഡോയെ മാറ്റുക എന്നൊക്കെ പറയട്ടെ. അല്ല, റൊണാൾഡോയിലേക്ക് വരാം. അതും അദ്ദേഹം 80-81 മിനിറ്റ് വരെ കളിച്ചു. 60-ം മിനിറ്റിൽ തന്നെ ബ്രൂണോ ഫെർണാണ്ടസിനെ മാറ്റാൻ കാണിച്ച ധൈര്യമാണ് ഏറ്റവും വലുത്. അദ്ദേഹം പ്രീമിയർ ലീഗില് അസിസ്റ്റില് ഹിസ്റ്ററിയിലെ റെക്കോർഡുമായിട്ടാണ് ബ്രൂണോ വരുന്നത്. ആദ്യത്തെ ഗ്രൂപ്പ് മത്സരങ്ങൾ അത്ര കണ്ട് ശോഭിക്കുന്ന പ്രകടനമല്ല നടത്തിയത്. മാത്രമല്ല ക്രിസ്ത്യാനോയ്ക്ക് പന്തെത്തിക്കുന്നില്ല എന്നുള്ളതടക്കമുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ ക്രിസ്ത്യാനോയുടെ ഒരു ഉസ്ബെക്കിസ്ഥാനെതിരായ മത്സരത്തിൽ 1 ഗോൾ അസിസ്റ്റ് ബ്രൂണോ തന്നെയാണ് നൽകിയത്. പക്ഷേ ബ്രൂണോ വൻ നെഗറ്റീവായിട്ടാണ് കളിക്കുന്നത്.
ഈ മത്സരത്തിലും അങ്ങനെ തന്നെയായിരുന്നു. തുടക്കത്തിലൊന്നും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ 62-ാം മിനിറ്റ് തന്നെ മാർട്ടിനസ് വലിക്കുന്നുണ്ട്. മാർട്ടിനസ് പതിവില്ലാതെ കാണിച്ച ധൈര്യമാണ് പോർച്ചുഗലിന്റെ ഇന്നത്തെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അത് ബ്രൂണോയെ വലിച്ചായിക്കോട്ടെ, ഒരു 80 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനോയെ വലിച്ചത് അദ്ദേഹം ഇത് മണക്കുന്നുണ്ട്, ഒരു ഗോൾ കൂടി വേണം, മാത്രമല്ല ഒരു എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്ന സാഹചര്യം കൂടി മണക്കുന്നുണ്ട്. ആ ഗോൺസാലോ റാമോസിനെ കൃത്യമായിട്ട് പിക്ക് ചെയ്തത് അതൊക്കെ പക്ക പെർഫെക്റ്റ് സാധനം തന്നെയായിരുന്നു. അതിൽ കൃത്യമായിട്ടൊരു നമ്പർ 9 പൊസിഷനിൽ എന്താണ് ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് റാമോസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ചേഞ്ചസ് വളരെ ക്രൂഷ്യലായിട്ടുണ്ട്. അതിൽ തന്നെ ബ്രൂണോയുടെ ചേഞ്ചസ് എടുത്തു പറയേണ്ടത് തന്നെയായിരുന്നു. ഈ റൊണാൾഡോയെ മാറ്റുക അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നല്ലോ കഴിഞ്ഞ കളിയിലൊക്കെ നേരിട്ട ഒരു വിശദീകരണം. ഈ കളിയോട് കൂടി അത് അദ്ദേഹം ഓവർകം ചെയ്തു എന്ന് നമുക്ക് പറയാമോ? ഇത് അദ്ദേഹത്തിന്റെ അവസാന ട്രൈ ആയിരുന്നു. ഈ കളിയിലും അതിന് അദ്ദേഹം തുനിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് കഴിയില്ല. മാത്രമല്ല ടീം ഒരു പരിധിക്കപ്പുറം ഇനി മുന്നേറില്ല. ഇനി വരാൻ പോകുന്നത് എല്ലാം ഡൂവറുടെ, ഈ മത്സരം ഉൾപ്പെടെ എല്ലാം ഡൂവറുടെയും മത്സരമാണ്. അടുത്തത് വരാൻ പോകുന്നത് സ്പെയിനെതിരായ മത്സരമാണ്. ഈ രീതിയിലാണ് പോർച്ചുഗൽ കളിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്പെയിൻ നല്ല പണി കൊടുക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പ്രത്യേകിച്ച് വലിയ രീതിയിൽ അറ്റാക്കേഴ്സ് ഇല്ലാതിരുന്നു. അതായത് പെരിസിച്ചായിക്കോട്ടൊക്കെ ഒരു ഏജ്ഡ് ആയതിൻ്റെ പ്രശ്നങ്ങൾ അവർക്കുണ്ട് ക്രൊയേഷ്യയുടെ അറ്റാക്കേഴ്സിന്. സ്പെയിനിൻ്റെ അടുത്ത് വരുമ്പോൾ അതായിരിക്കില്ല സ്ഥിതി. വിങ് ശരിക്കും പൊട്ടിക്കും. ലമീൻ യമാലായാലും ഇപ്പോൾ ഒയർസബാലായാലും ഡാനിവലുമായാലും കൃത്യമായിട്ട് അവിടെ കയറി വരും. അപ്പോൾ ഈ ഡിഫൻസും വെച്ച് പിടിച്ചേക്കൽ കുറച്ച് പാടായിരിക്കും. ഇത് തന്നെ ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഡിയാഗോ കോസ്റ്റയുടെ സേവുകളില്ലായിരുന്നെങ്കിൽ ഈ ബലം എന്താകുമായിരുന്നു? അത്രമാത്രം സേവുകളാണല്ലോ ലോങ് ഡയറക്റ്റ് അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സ്പെയിനെതിരായ മത്സരം വരുമ്പോൾ വലിയ രീതിയിലുള്ള തിരിച്ചടിയാവും. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ഒരു ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ അടുത്ത മത്സരത്തിൽ അദ്ദേഹത്തിന് ഏത് രീതിയിൽ വേണമെങ്കിലും ഫോർമേഷനിൽ ഇറക്കാം. ഇപ്പോൾ ക്രിസ്ത്യാനോയെ തുടക്കത്തിൽ കളിപ്പിക്കാതെ സബ്ബായിട്ട് വേണമെങ്കിലും കളിപ്പിക്കാം. ഇനി ആ ഒരു രീതിയിൽ ആരും അദ്ദേഹത്തെ പറയില്ല, കാരണം അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ വിജയിച്ചു കഴിഞ്ഞു. മറുവശത്ത് ഈ ക്രിസ്ത്യാനോയെ വലിച്ചതൊരു മോശം തീരുമാനമായിരുന്നെങ്കിൽ, അതായത് ക്രിസ്ത്യാനോയെ വലിക്കുകയും ചെയ്തു, പോർച്ചുഗൽ പരാജയപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ വലിയ രീതിയിൽ വിമർശനം ഉണ്ടായിരുന്നു. കാരണം ക്രിസ്ത്യാനോ ഗോളടിച്ച ശേഷമാണല്ലോ നിങ്ങൾ വലിച്ചത്, അദ്ദേഹം നല്ലൊരു ഫോമിൽ നിൽക്കുക രീതിയിലുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹത്തിന് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ കറക്റ്റായിരുന്നു. സ്പെയിനെതിരായ മത്സരത്തിൽ ഇതിനേക്കാൾ വലിയ ധൈര്യപൂർവ്വമായ തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹത്തിന് ധൈര്യം നൽകുന്ന ഒരു റിസൾട്ട് തന്നെയാണ് ഇത്. തീർച്ചയായിട്ടും ജയേഷ് ഇപ്പോൾ പറഞ്ഞതാണ് കറക്റ്റ്. അതായത് ഈ കോച്ചിന് പലപ്പോഴും ഈ ക്രിസ്ത്യാനോ പിൻവലിച്ചതിന് ശേഷം ഇവർ തോക്കുകയാണെങ്കിൽ ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നു. കഴിഞ്ഞ ലോകകപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ക്രിസ്ത്യാനോയെ ഉൾപ്പെടുത്താതെ പ്ലേയിങ് ഇലവനൊക്കെ സമയത്ത് കോച്ചിന് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ സക്സസ് ആയി എന്ന രീതിയിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടി തൻ്റെ തീരുമാനങ്ങൾ പ്രയോഗിക്കാനുള്ള ഒരു അധികാരം കൂടി, അല്ലെങ്കിൽ ആ ഒരു പവർ കൂടി അദ്ദേഹത്തിന് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അദ്ദേഹത്തെക്കുറിച്ച് പലപ്പോഴും ഇതിന് കഴിഞ്ഞ മുമ്പിലത്തെ മത്സരത്തിൽ റൊണാൾഡോയെ പിൻവലിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള പരാമർശം ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ കൂടിയും ആ സമയത്ത് റൊണാൾഡോ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. റൊണാൾഡോയിൽ നിന്നും നമ്മളൊന്നും പുറത്തേക്ക് എടുക്കുന്നില്ല. എങ്കിൽ കൂടിയും കോച്ചിൻ്റെ ആ ഒരു പവർ അദ്ദേഹം കൃത്യമായിട്ടും ഈ മത്സരത്തിൽ ഉപയോഗിച്ചു. പെനാൽറ്റിയെ കുറിച്ച് കൂടി പറയാം. ജയേഷ് അത് വിശദമായിട്ട് പറഞ്ഞെങ്കിലും ഒരു പെനാൽറ്റി, കാരണം റൊണാൾഡോ വിരുദ്ധർ മെസ്സിക്കെതിരെ ഏറ്റവും വലിയ ആക്ഷേപമായിട്ട് ഉന്നയിക്കുന്ന ഒരു കാര്യം അതല്ല, പെനാൽറ്റിയുടെ കാര്യത്തിലാണല്ലോ. അത് പെനാൽറ്റി ഗോളടിച്ച് ഗോൾ ഉയർത്തുന്നു, നമ്പർ ഉയർത്തുന്നു എന്നാണല്ലോ. പക്ഷേ ഒരു പെനാൽറ്റി എടുക്കുന്നതിൽ റിസ്ക് എത്രമാത്രമാണ് എന്ന് ഒരു പക്ഷേ പെനാൽറ്റി റൊണാൾഡോയുടെ കരിയറിൽ തന്നെ ഏറ്റവും നിർണായകമായ ഒരു പെനാൽറ്റി ആയിരുന്നിരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു മത്സരത്തിൽ അദ്ദേഹം എടുക്കുകയാണല്ലോ. രാജ്യത്തിൻ്റെ മൊത്തം ഭാരവും പ്രതീക്ഷയും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിലേക്ക് നോക്കി നിൽക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം കിക്ക് എടുക്കുന്നതെന്ന്. അപ്പോൾ പെനാൽറ്റി എടുക്കുന്ന ആളിൻ്റെ സമ്മർദ്ദം അത് മറ്റുള്ളവർക്കുള്ള മറുപടി കൂടിയായിട്ട് എങ്ങനെയാണ് ഒരു റോണോ ആരാധകൻ പറയുക? തീർച്ചയായിട്ടും പെനാൽറ്റി എടുക്കുക എന്ന് പറയുമ്പോൾ അത്രയും ശരിക്കും ഈ മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ഈ പെനാൽറ്റിക്ക് മുമ്പ് എനിക്ക് പെനാൽറ്റി കണ്ടപ്പോൾ പെട്ടെന്ന് ഈ 2006 വേൾഡ് കപ്പ് ഫൈനലിൽ സിദാൻ അടിച്ചൊരു പെനാൽറ്റി ഉണ്ട്. ആ ഒരു പെനാൽറ്റിയൊക്കെയാണ് ഓർമ്മ വന്നത്. കാരണം അത്രയും സമ്മർദ്ദമുള്ള സമയത്താണ്, ഓൾറെഡി ടീം 1-0 പിന്നിൽ നിൽക്കുന്ന സമയമാണ്. അന്നും സിദാൻ ഇതേപോലെ തന്നെ വളരെ ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു കിക്കായിരുന്നത്. ഈ ബുഫണെ മറികടന്നിട്ടുമില്ല, ഗോൾ വല ചലിപ്പിച്ചിട്ടുമില്ല എന്ന രീതിയിലൊക്കെയാണ്. അതെ, അവിടെ ഗോൾ വല ചലിപ്പിച്ചു പോയി. അതെ, ആ പെനാൽറ്റിയുടെ പ്രത്യേകത എന്നുള്ളത് ആ പെനാൽറ്റി ബുഫണെ മറികടന്ന് ഗോൾ വലയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ബുഫണോടുള്ള റെസ്പെക്ട് അവിടെ ഉണ്ട്. അത് ഗോൾ ആവുകയും ചെയ്തു. സിദാൻ ഗോൾ ലൈൻ കടക്കുകയും ചെയ്തു. അദ്ദേഹം പോസ്റ്റിലേക്ക് നോക്കുന്നില്ല. സിദാൻ മൊമെന്റ് ഓർമ്മയുണ്ട്, കൈ ഇങ്ങനെ കാണിച്ചിട്ട് പോകുന്നു. അപ്പോൾ ഈ
പെനാൽറ്റി കിക്കിനെ നോക്കുമ്പോഴും എനിക്ക് ആ ഒരു പെനാൽറ്റി ആണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. അപ്പോൾ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം അത്രയും പിന്നെ ഈ ജോട്ട എന്നുള്ളൊരു ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരിക്കണം. പിന്നെ ഇത്രയും കാണികൾ, ഇത്രയും ആരാധകർ ഇങ്ങനെ അത് വീക്ഷിച്ചുകൊണ്ടിരിക്കണം. പിന്നെ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പിന്നെ ഇപ്പം നോക്കൗട്ടുകളിൽ ഗോൾ അടിച്ചിട്ടില്ല എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും പുള്ളിയും കാണുന്നുണ്ടാവുമല്ലോ, സോഷ്യൽ മീഡിയ ആണെങ്കിലും മറ്റൊക്കെ പുള്ളിയും കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഗോൾ തീർച്ചയായിട്ടും അടിക്കണമായിരുന്നു. അത്രയും സമ്മർദ്ദങ്ങൾക്ക് നടുവിൽ നിന്നും അയാൾ വളരെ കാമായിട്ട് ഈ ഗോൾ അടിച്ചു. അത് മാത്രമല്ല, ഗോളി ഒരു സൈഡിലേക്ക് മാറുന്ന സമയത്ത് അദ്ദേഹം ഏതാണ്ട് സ്ട്രൈറ്റ് തന്നെയാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഗോൾ അടിക്കുന്ന ആ ഗോൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ കളിയിൽ ഏറ്റവും നിർണായകമായൊരു മുഹൂർത്തമായിരുന്നു. പിന്നെ എല്ലാ സമ്മർദ്ദങ്ങളെയും മാറ്റി വെച്ചുകൊണ്ട് പിന്നെ നമ്മളെ സിദാനെന്ന് അടിച്ച ആ ഒരു ഗോളുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു ഗോളായിരുന്നു. അത് ഇത്ര ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു പെനാൽറ്റി എടുക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ളൊരു ജോബ് ഒരിക്കലുമല്ല. അതുകൊണ്ട് പെനാൽറ്റി ഗോളാക്കുക എന്നത് ഒരു മോശം കാര്യമായിട്ട് ഇനിയെങ്കിലും വിമർശകർ പറയരുതെന്ന് പറയാൻ എല്ലാവരും അടിക്കാറുണ്ടല്ലോ. പക്ഷേ റൊണാൾഡോയാണ് പെനാൽഡോ എന്ന് പറഞ്ഞ ആളുകൾ കളിയാക്കാറുള്ളത്. സംഭവം അത് അത്തരത്തിൽ സംവിധാനത്തിൽ വിമർശനങ്ങൾ വരുന്ന പശ്ചാത്തലത്തിനാണ് പറഞ്ഞത്. നമുക്ക് സ്പെയിൻ്റെ മത്സരത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കാരണം ഇനിയിപ്പോൾ സ്പെയിൻ പോർച്ചുഗൽ മത്സരം ഓൾറെഡി പ്രീ ക്വാർട്ടറിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. സ്പെയിൻ്റെ മത്സരം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അർജന്റീനയ്ക്കെതിരെ പിടിച്ചു നിന്ന ഓസ്ട്രിയയെ വെള്ളം കുടിപ്പിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ. അതായത് കളത്തിലേ ഇല്ലാത്ത രീതിയിൽ സ്പെയിൻ മാത്രം എൻഡ് ടു എൻഡ് നിറഞ്ഞു നിൽക്കുന്ന തരത്തിലുള്ള ഒരു കളി. അവിടെ യമാലിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കളിയിൽ നിന്ന് വിഭിന്നമായിട്ട് യമാലിൻ്റെ നേതൃത്വത്തിൽ തുടക്കത്തിൽ തന്നെ ആക്രമണം നടത്തുന്നു. പക്ഷേ ഗോൾ വരുന്നില്ല യമാലിൻ്റെ ഭാഗത്തുനിന്ന്. പക്ഷേ പിന്നീട് ഗോൾ വന്ന വല കുലുങ്ങിയതിന് ശേഷം അവിടെയും ഒരു ഓഫ് സൈഡ് പ്രശ്നം വരുന്നു. ഗോൾ നിഷേധിക്കപ്പെടുന്നു. കുക്കറയുടെ ഗോൾ നിഷേധിക്കപ്പെടുന്നു. അതിനുശേഷം പിന്നെ കാണുന്നത് വേറൊരു ഗിയറിലേക്ക് മാറുന്ന സ്പെയിനെയാണ്. ഓൾ ഔട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. സ്പെയിൻ്റെ അറ്റാക്കിൽ എനിക്ക് ഏറ്റവും രസകരവും കൗതുകമായി തോന്നിയെന്ന് പറയുന്നത് അവരുടെ പിൻനിര വന്നിട്ട് ബോക്സിനുള്ളിൽ കടന്നു കയറി നടത്തുന്ന മാജിക്കാണ്. കുക്കറയ, കുബാർസി, ഒപ്പം ഗോൾ അടിച്ച പോറോ. അങ്ങനെ പിൻനിരയുടെ ഒരു സാന്നിധ്യം അതിഭയങ്കരമായിട്ടുണ്ട്. പിന്നെ അവർ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ ഹാഫിൽ ഒരുപക്ഷേ ഗോളി മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ബാക്കി മുഴുവൻ ആൾക്കാരും എതിർ ഹാഫിലേക്ക് കടന്നു കയറുകയും അതേസമയം ഒരു കൗണ്ടർ വരികയാണെങ്കിൽ വളരെ ചുരുങ്ങിയ നിമിഷത്തിനുള്ളിൽ കുറഞ്ഞതൊരു 8-10 പേരെങ്കിലും സ്വന്തം ബോക്സിലേക്ക് വരികയും ചെയ്യുന്നൊരു അത്യപൂർവമായിട്ടുള്ള അതിവേഗ കാഴ്ചയാണ് സ്പെയിൻ്റെ കാര്യത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പോൾ സ്പെയിൻ്റെ ഒരു കടുത്ത ആരാധന നിലയിൽ കൂടി ഈ പ്രകടനം, അതായത് ഈ മത്സരത്തിന് മുമ്പ് യമാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരുന്നു. ഈ ഫ്രാൻസിനെ പിടിച്ചു കെട്ടാൻ അല്ലെങ്കിൽ തോൽപ്പിക്കാൻ ഈ സ്പെയിന് മാത്രമേ കഴിയൂ എന്നുള്ളത്. അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാവുകയാണ്. അത്തരത്തിലുള്ള പോരാട്ടത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? സ്പെയിൻ ഫാൻ എന്നുള്ള നിലയ്ക്ക് 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു മത്സരമായിരുന്നു. കാരണം കെബോർഡയ്ക്കെതിരായ ആദ്യ മത്സരം മാത്രമേ സ്പെയിനിന് ഏതെങ്കിലും തരത്തിൽ ഒരു മോശം പറയാനുള്ളൂ. അതിൽ ഗോൾ വരുന്നില്ല എന്നുള്ള കാര്യം ഓക്കെ. പിന്നീട് നടന്ന മത്സരങ്ങൾ, ഗ്രൂപ്പ് ഘട്ടത്തിലെ 2 മത്സരങ്ങൾ, പോർച്ചുഗലിനെതിരായ ഈ ഒരു മത്സരം കൂടി ആയിക്കോട്ടെ, ഒരു ഗോൾ പോലും സ്പെയിന് വഴങ്ങിയിട്ടില്ല ഈ ടൂർണമെൻറ്റിൽ ഇതുവരെ. അപ്പോൾ ആദ്യത്തെ 4 മത്സരങ്ങൾ പിന്നിടുമ്പോൾ ഗോൾ വഴങ്ങാത്ത രണ്ടാമത്തെ മാത്രം ടീമാണ് വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ തന്നെ. പിന്നീട് മത്സരത്തിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് എടുത്ത് പറയേണ്ട പേര് ലമീൻ യമാലിനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഇന്ന് ഗോൾ സ്കോറർമാരുടെ പട്ടികയിലോ അസിസ്റ്റിൻ്റെ പട്ടികയിലോ ഇല്ല. പക്ഷേ അദ്ദേഹം ലാഫിവിൻ്റെ കുറേ കൂടി വൈഡായിട്ടാണ് യമാലിനെ കളിപ്പിക്കുന്നത്. വൈഡായിട്ട് കളിപ്പിക്കുമ്പോൾ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം വളരെ വൈഡായിട്ട് ഏറെക്കുറെ കോർണർ ഫ്ലാഗിനോട് ചേർന്ന് അല്ലെങ്കിൽ ത്രോ ലൈനിനോട് ചേർന്നൊക്കെ വൈഡാക്കി ബോൾ വലിച്ചു കൊണ്ടുപോകുന്നു. ആ വലിച്ചു കൊണ്ടുപോകുന്ന പോക്കിൽ 2 ഓസ്ട്രിയൻ ഡിഫൻഡർമാരെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. 2 പേര് യമാലിനെ വലിക്കാൻ വേണ്ടി വരുന്നത്. അവിടെ സ്വാഭാവികമായിട്ടും ഒയർസബാലും അവിടെ ഡാനിയോൽമോയും കുറെ കൂടി അവർക്ക് സ്പേസ് കിട്ടുന്നുണ്ട്. അവരത് കൃത്യമായിട്ട് മുതലാക്കുന്നു. ഒയർസബാൽ 2 ഗോൾ അടിക്കുന്നു. ഒയർസബാൽ ആകെ 4 ഗോളായി, ഒരു അസിസ്റ്റായി. ഗോൾ കോൺട്രിബ്യൂഷൻ നോക്കുമ്പോൾ 5 എണ്ണമായി. 2010 വേൾഡ് കപ്പിൽ ഡേവിഡ് വി ആയിരുന്നു 5 ഗോൾ കോൺട്രിബ്യൂഷൻ ഇതിനു മുമ്പ് നേടിയത്. അപ്പോൾ അടുത്ത മത്സരത്തിൽ ഒരു ഗോളോ ഒരു അസിസ്റ്റോ നേടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റെക്കോർഡ് മറികടക്കും. അന്ന് 2010 സ്പെയിനും വേൾഡ് കപ്പ് അടിച്ചിരുന്നും കൂടി ഒന്ന് ഓർക്കുക. അപ്പോൾ ഒപ്പം തന്നെ മാർക്ക് കുക്കുറയ 2 അസിസ്റ്റ് അദ്ദേഹം നടത്തി. എന്ത് ഗംഭീരമായിട്ടാണ് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ വിങ്ങിലൂടെ കയറിപ്പോകുന്നു, അതുപോലെ ഇറങ്ങി വരുന്നു. പെഡ്രോ പോറൻ്റെ ആദ്യത്തെ അന്താരാഷ്ട്ര ഗോളാണിത്. അത് തന്നെ വേൾഡ് കപ്പിലെ ഒരു നോക്കൗട്ട് മത്സരത്തിലാണ് എന്നുള്ളതാണ്. സ്പെയിന് പിന്നെ ഒരുപാട് നാളായിട്ട് അവരൊരു പ്രോപ്പർ നമ്പർ 9 അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ഫിനിഷർ വെച്ച് കളിക്കാറില്ല. സ്പെയിന് ഡിഫൻഡേഴ്സ് വന്ന് ഗോളടിക്കുക, മിഡ്ഫീൽഡേഴ്സ് വന്ന് ഗോളടിക്കുക, വിങ്ങേഴ്സ് വന്ന് ഗോളടിക്കുക. ആ ഒരു രീതിയിൽ അവരോട് ശരിക്കും സ്ട്രൈക്കർമാരാണ് ഗോളടി കുറവുള്ളത്. ബാക്കി മിഡ്ഫീൽഡേഴ്സും വിങ്ങേഴ്സും ഒപ്പം തന്നെ വിങ് ബാക്സൊക്കെ വന്നിട്ട് തന്നെയാണ് കൂടുതൽ ഗോൾ അടിക്കുന്നതും. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായ മാച്ച്. ഒപ്പം തന്നെ ഗോൾ വഴങ്ങിയിട്ടില്ല എന്നുള്ളതും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെ. ഗോൾ വഴങ്ങാൻ അങ്ങോട്ട് ബോൾ വന്നിട്ടുമില്ല. 90 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പോലും ഒരു കോർണർ കിക്കോ അതുപോലെ തന്നെ ഒരു ഓൺ ടാർഗറ്റ് ഷോട്ടോ ഓസ്ട്രിയയ്ക്ക് അടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പം അത്രമാത്രം സമ്പൂർണ്ണ നിയന്ത്രണമാണ്
സ്പെയിൻ നടത്തിയത്. 100% സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന, ഹാപ്പിയാക്കുന്ന ഒരു പെർഫോമൻസ് തന്നെയാണ് സ്പെയിൻ നടത്തിയത്. തീർച്ചയായിട്ടും ഇനിയിപ്പോൾ സ്പെയിൻ പോർച്ചുഗൽ പ്രീ ക്വാർട്ടർ മാച്ചിലേക്ക് വരുമ്പോൾ അതിൽ പ്രത്യേകിച്ച് വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ, ഫുട്ബോളാണ്, നമ്മൾ ഒരു തരത്തിലും പ്രവചനത്തിന് മുതിരാൻ പറ്റില്ല. സ്പെയിൻ ഈസി ആയിട്ട് തന്നെ പോർച്ചുഗലിനെ ഔട്ട് ക്ലാസ് ചെയ്യും. കാരണം ആ രീതിയിലാണ് സ്പെയിൻ കളിക്കുന്നത് എല്ലാ പൊസിഷനും വെച്ച് നോക്കുമ്പോഴും. ഈ അറ്റംപ്റ്റ്സ് ഗോള് ഇപ്പോൾ കണക്കെടുക്കുമ്പോഴേ 23 ഷോട്ടുകളാണ് സ്പെയിൻ്റെ ഭാഗത്തുനിന്ന്, മറുഭാഗത്തുനിന്ന് ഓസ്ട്രേലിയയുടെ 10 ഭാഗത്തുനിന്ന് ഓൺ ടാർഗറ്റ് ഉണ്ട് അതിൽ. 10 ഓൺ ടാർഗറ്റ്, ഓഫ് ടാർഗറ്റ് 7. ഇൻസൈഡ് പെനാൽറ്റി ഏരിയക്കകത്ത് വന്നേക്കുന്നത് 14 ഷോട്ടുകളാണ്. 9 ഷോട്ടുകൾ ഔട്ട്സൈഡ് പെനാൽറ്റി ഏരിയ. അത് തന്നെയാണ് ആക്രമണത്തിൻ്റെ തീവ്രത വ്യക്തമാക്കുന്ന ഒരു കണക്ക് എന്ന് പറയുന്നത്. ഇൻസൈഡ് ബോക്സിലേക്ക് 4 തവണ മാത്രമാണ് ഓസ്ട്രേലിയക്ക് കടന്നു കയറാൻ കഴിഞ്ഞതും ഒരു ഷോട്ടിന് ശ്രമിക്കാൻ കഴിഞ്ഞതും എന്നുള്ളതാണ് ആ മത്സരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ സ്പെയിനെ സംബന്ധിച്ച് പറയുന്നത് സ്പെയിൻ ഒരു ഈസി വാക്ക് ത്രൂ ആണോ ഈ മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത് നോക്കുമ്പോൾ, അവരുടെ കഴിഞ്ഞ കളികളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ? സ്പെയിന് ശരിക്കും ഇപ്പം ജയേഷ് പറഞ്ഞതുപോലെ തന്നെ ഒറ്റ ഗോൾ വഴങ്ങിയിട്ടില്ല എന്നുള്ളതൊരു വലിയ പോയിന്റാണ്. കാരണം അവർ നേരത്തെ കേപ്പ് വാർഡിയായിട്ടുള്ള മത്സരത്തിൽ ഗോൾ രഹിത സമനില വന്നപ്പോൾ ആളുകളൊക്കെ സ്പെയിനിനെ വിമർശിച്ചിരുന്നു. സ്പെയിൻ ഒരുപാട് ടിക്കീട്ടാക്ക കളിച്ചാൽ പോരാ, അല്ലെങ്കിൽ ഒരുപാട് പാസ് കളിച്ചാൽ പോരാ, 750 പാസൊക്കെ കളിച്ചു, ഒരു 250 കൂടി ആയിരുന്നെങ്കിൽ 1000 തികക്കുമായിരുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ട്രോളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കേപ്പ് വാർഡിയുള്ള മത്സരത്തിൽ നമ്മൾ അവരുടെ ഗോളിയുടെ പ്രകടനം കൂടി എടുത്ത് പറയേണ്ടിയിരുന്നു. ഈ കേപ്പ് വാർഡിയുടെ ഗോളിയുടെ പെർഫോമൻസ് ആണ് ഒരു പക്ഷേ ഗോൾ വഴങ്ങുന്നതിൽ അവരെ തടഞ്ഞത്. ഇപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇവരുടെ ഒരു കംപ്ലീറ്റ് ഡൊമിനേഷൻ, ഇപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ ഈ 10 ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ ചെയ്ത സമയത്ത് ആസ്ട്രിയയുടെ ഭാഗത്തു നിന്നും ഒരു ഷോട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പം സ്പെയിൻ ശരിക്കും ആദ്യ മത്സരം കഴിഞ്ഞതിന് ശേഷം അവരൊന്നുകൂടി റീഗ്രൂപ്പ് ചെയ്ത് അവരുടെ ഒരു പ്രതാപത്തിനനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ ശക്തിക്കനുസരിച്ച് കളിക്കാനുള്ള തന്ത്രങ്ങളാണ് മെനഞ്ഞിരിക്കുന്നത്. ഒറ്റ ഗോൾ പോലും വഴങ്ങാതെ അടുത്ത റൗണ്ടിലേക്ക് എത്തുന്നു. ഈ മത്സരത്തിൽ 3-0 മറ്റ് ഓസ്ട്രിയ, അതും പ്രീ ക്വാർട്ടർ പോലുള്ള മത്സരമാണ്, നോക്കൗട്ട് ഘട്ടമാണ്. ഇപ്പോൾ നോക്കൗട്ട് ഘട്ടത്തിൽ തന്നെ ഈ ഒരു രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്ന സമയത്ത് അടുത്ത മത്സരം സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ മത്സരമാണ്. അപ്പം തീർച്ചയായിട്ടും ആ മത്സരം ആവേശം ഉള്ള ഒരു മത്സരമായിരിക്കും. ഒരു എഡ്ജ് സ്പെയിനിന് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമുക്കറിയാം ഈ വേൾഡ് കപ്പിലെ സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ മത്സരം എപ്പോഴും ആവേശമുള്ള മത്സരമാണ്. 2018 വേൾഡ് കപ്പിലെ സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ മത്സരം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ഒന്നടിക്കുന്നു, തിരിച്ചടിക്കുന്നു, ഡേവിഡ് വി റൊണാൾഡോയുടെ ഹാട്രിക്. അതെ, അത്രയും എനിക്ക് ലോകകപ്പിൽ പെട്ടെന്ന് നമ്മൾ സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള മത്സരം ഈ 2018 വേൾഡ് കപ്പിലാണ്. എടുത്തു പറഞ്ഞത് ഫുട്ബോളാണ്, എന്തും സംഭവിക്കും. പക്ഷെ എന്നാൽ പോലും ഒരു ചെറിയൊരു അഡ്വാൻറ്റേജ് സ്പെയിന് ഉണ്ടായിട്ടുണ്ട്. സ്പെയിന് അഡ്വാൻറ്റേജ് ഇല്ല എന്ന് പറയുന്നില്ല, എങ്കിൽ കൂടിയും ഫുട്ബോളാണ് നമുക്ക്. എനിക്ക് തോന്നുന്നു ആ മത്സരത്തോടു കൂടിയാണ് ഷൈജു ദാമോദറിന്റെ കമന്ററി പോലും ഇവിടെ ഹിറ്റായതെന്ന് തോന്നുന്നു. കേരളത്തിൽ അടയാളപ്പെടുത്തൊക്കെ കാലമേ ഇത് ഘടികാരങ്ങൾ നിലക്കുന്ന സമയം എന്ന് പറഞ്ഞ റൊണാൾഡോയുടെ ഗോളൊക്കെ അതിനുശേഷമാണ് ഒരുപാട് പുള്ളിയുടെ കമന്ററി ശ്രദ്ധിച്ചു തുടങ്ങിയതും ആളുകൾ. അതൊരു ദിവസം വിമർശിക്കുകയും ചെയ്തിരുന്നു. പുള്ളിയുടെ കമന്ററി ആളുകൾ സ്റ്റാറ്റസ് ആക്കാൻ തുടങ്ങിയത് ഇപ്പോഴും ആളുകൾ റൊണാൾഡോയുടെ അർജന്റീന മീഡിയ വരെ ഇപ്പോഴും ആളുകൾ റൊണാൾഡോയുടെ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് ഈ കമന്ററി തന്നെയാണ് ഇടാറുള്ളത്. ഇപ്പം Z5 അവരുടെ ആഡ് പോലും, റൊണാൾഡോയുടെ ആഡ് പോലും അദ്ദേഹത്തിന്റെ അന്നത്തെ ആ ഒരു ഗോളുകളാണ്. അത് സ്പെയിനെതിരെയുള്ള ആ ഗോളും മറ്റുമൊക്കെയാണ് ഇപ്പോഴും ആഡായിട്ട് നിൽക്കുന്നത്. അപ്പോൾ സ്പെയിൻ വേഴ്സസ് പോർച്ചുഗൽ മത്സരം ഒരുപക്ഷെ ഈ ലോകകപ്പിലെ ഒരു മസ്റ്റ് വാച്ച് മത്സരമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. എല്ലാ ആവേശവും അതിനകത്ത് ഉണ്ടാവും. റിപ്പോർട്ടർ ടിവിയും മൈജിയും ചേർന്നൊരുക്കുന്ന ലോകകപ്പ് പ്രവചന മത്സരം. നേടാം ടയോട്ട ഗ്ലാൻസാ കാർ അടക്കമുള്ള ബമ്പർ സമ്മാനങ്ങൾ. വിസിറ്റ് reporterlive.com. Scan this QR code. പോർച്ചുഗൽ ഏത് സമയത്തും, കാരണം അവർക്ക് ഭാഗ്യം കൂടി അവരുടെ കൂടെ ഉണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ മത്സരം, ക്രൊയേഷ്യക്കെതിരെയുള്ള മത്സരം. അവസാന ഘട്ടത്തിലെ ഗോള് പോലും ഗോൾ എന്ന് പറയുമ്പോൾ ഒരു ഓഫ് സൈഡിലേക്ക് വന്നുകൊണ്ട് അവർക്ക് അടുത്ത റൗണ്ടിലേക്ക് എത്താൻ പറ്റി. അപ്പോൾ പോർച്ചുഗലിൻ്റെ ഇപ്പോൾ ഭാഗ്യമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണിത്. പക്ഷെ ഭാഗ്യം മാത്രം പോരാ, അടുത്ത മത്സരത്തിൽ പോർച്ചുഗൽ സടകുടഞ്ഞ് ഉണർന്ന് കളിക്കേണ്ടത് അത്യാവശ്യം. സ്പെയിന് ആക്രമണാത്മക രീതിയിലേക്ക് മാറിയെന്ന് പറയുമ്പോഴും അവരവരുടെ തനത് രീതിയിൽ നിന്ന് മാറിയിട്ടില്ല എന്നതും വ്യക്തമാണ്. കാരണം ബോൾ പൊസിഷൻ നോക്കുമ്പോൾ തന്നെ അവർക്ക് 65% ബോൾ പൊസിഷൻ ഉണ്ട്. ഒപ്പം പാസുകളുടെ എണ്ണം ഇന്നലെ 611 പാസുകളാണ്. അതിൽ എന്നെ ആകർഷിച്ച ഒരു കാര്യം പാസുകളുടെ ആക്യുറസിയാണ്. 91% ആക്യുറസി ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അവരവരുടെ ബേസിക്സിൽ അവർ വിട്ടുപോകുന്നില്ല. അതായത് ടിക്കറ്റാക്ക് ഒരിക്കലും സ്പെയിന് കളയാൻ കഴിയില്ല. അത് അവരുടെ ഒരു ശൈലിയിൽ അങ്ങനെ തന്നെ ഉള്ളൂ. ഇപ്പോൾ കൂടുതൽ പ്ലേയേഴ്സ് വരുന്നത് ഇപ്പോൾ ബാഴ്സലോണയിൽ നിന്നുള്ള താരങ്ങൾ, അവർ ലാമാസിയയിൽ പഠിപ്പിക്കുന്നതും ഈ ടിക്കറ്റാക്ക സാധനം തന്നെയാണ്.
അപ്പോൾ അതൊരിക്കലും പോയില്ല. അതിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുത്തും. ഇപ്പോൾ ലൂയിസ് ലെലാഫിൻ്റെ എന്ന് പറയുന്നത് ഈ ഇപ്പോഴുള്ള സ്പെയിൻ ടീമിൻ്റെ പല താരങ്ങളെയും ഇപ്പോൾ നിലവിൽ കളിക്കുന്ന താരങ്ങളെ അണ്ടർ 40 സമയം മുതൽ 40, 60, 70, 90, 21 ഒക്കെ പരിശീലിപ്പിച്ച ഇതാണ് പരിശീലകനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ മത്സരം കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളത്തെ മത്സരത്തിലേക്കാണ് ഒരു നോട്ടം. നാളെ കളിക്കാൻ പോകുന്നത് അർജന്റീനയാണ്. കേബോ വെർദെ എന്ന രാജ്യം ഒരിക്കൽ കൂടി സ്പെയിനെ പിടിച്ചു കെട്ടിയ കേബോ വെർദെ അർജന്റീനയ്ക്കെതിരെ വരുന്നു എന്നുള്ളതാണ്. മറുഭാഗത്ത് കൊളംബിയ ഘാന മത്സരം കൂടിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കാനഡ മൊറോക്കോ മത്സരമുണ്ട്. അപ്പോൾ നാളത്തെ ഞാൻ കാത്തിരിക്കുന്ന മത്സരം ഏതാണ് ജേഷ്? തീർച്ചയായിട്ടും എല്ലാ മത്സരത്തിനും കാത്തിരിക്കുന്നുണ്ട്. അർജന്റീന കേബേർഡ് ഇപ്പറയുന്ന പോലെ ഒരു വലിയ സംഭവമാണെന്ന് തോന്നുന്നില്ല. അർജന്റീന ഒരു ഈസി ജയം തന്നെ ജയിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് നോക്കൗട്ടിലേക്കൊക്കെ വരുമ്പോൾ അവർ വലിയ രീതിയിൽ ഇത് വരും. മാത്രമല്ല കേബേർഡ് പ്രധാനമന്ത്രി പറയുന്നു പല മെസ്സിയെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, മെസ്സിക്ക് വലിയ രീതിയിൽ ചെയ്യണം. ആ രീതിയിൽ എതിരാളികൾ വരെ ആ രീതിയിൽ വലിയ രീതിയിൽ ബഹുമാനത്തിലും ഇതിൽ നിൽക്കുന്നൊരു സംഭവമാണ്. എന്തായാലും അത് വലിയൊരു വിഷയമുള്ള മാച്ച് ആയിരിക്കില്ല അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം. ഒരു ഈസി വിന്നിനാണ് പ്രതീക്ഷിക്കുന്നത്. കൊളംബിയ ഘാന മത്സരം ഒരു ത്രില്ലിംഗ് മാച്ച് എന്നുള്ള രീതിയിൽ ആ ഒരു മാച്ചിന് വേണ്ടിയിട്ട് കൂടുതൽ വെയിറ്റ് ചെയ്യുന്നു. കുറെ കൂടി നല്ലൊരു രസമുള്ള ഗെയിം ആയിരിക്കും. ഒന്ന്, ഈ വേൾഡ് കപ്പിൽ ഏറ്റവും സുന്ദരമായി ഫുട്ബോൾ കളിക്കുന്ന സ്പെയിനൊപ്പം തന്നെ ഏറ്റവും സുന്ദരമായി ഫുട്ബോൾ കളിക്കുന്ന ടീമാണ് കൊളംബിയ. ലാറ്റിൻ അമേരിക്കൻ സൗന്ദര്യം നമുക്ക് അവിടെ കാണാൻ കഴിയും. മറുഭാഗത്ത് അർജന്റീന, മറുഭാഗത്ത് മെസ്സി, വൊസീഞ്ഞ പോരാട്ടം നടക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പ്രതീക്ഷകൾ? തീർച്ചയായിട്ടും അതൊരു നമ്മളിപ്പം അർജന്റീന ജയിക്കുമെന്ന് ഈസി ആയിട്ട് പറയാൻ കഴിയുമെങ്കിൽ കൂടിയും ഇപ്പം മെസ്സി കളിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കാണാൻ ആളുകൾക്ക് എപ്പോഴും താല്പര്യം ഉണ്ടാവും. അർജന്റീനയുടെ കളി നമുക്കറിയാം, ഏത് കളിയാണെങ്കിലും അർജന്റീനയുടെ കളി സൗഹൃദ മത്സരങ്ങൾ പോലും പലപ്പോഴും അത് കാണുന്ന ഒരു വലിയൊരു ജനക്കൂട്ടം നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. അപ്പം ഞാൻ കാത്തിരിക്കുന്നത് ആ മത്സരമാണ്, കാണാൻ ആഗ്രഹിക്കുന്നത് ആ മത്സരമാണ്. പിന്നെയുള്ളത് മൊറോക്കോയുടെ മത്സരവും ഒരു വാച്ചബിൾ മത്സരമായിരിക്കും. കാരണം മൊറോക്കോ കഴിഞ്ഞ ലോകകപ്പ് തൊട്ട് അവർ കാഴ്ചവെക്കുന്ന ഒരു പ്രകടനമുണ്ട്. അവരുടെ താരങ്ങൾ പോലും നമുക്കിപ്പോഴും അവരുടെയൊക്കെ പേരുകളൊക്കെ നമ്മളിപ്പോൾ അറിഞ്ഞു തുടങ്ങിയൊരു സിറ്റുവേഷനാണ്. അപ്പം മൊറോക്കോ ആഫ്രിക്കൻ കൺട്രികളിൽ നമുക്കറിയാം സെക്കൻഡ് റൗണ്ടിലേക്ക് വരുന്ന സമയത്ത് പല ആഫ്രിക്കൻ കൺട്രികളും ഔട്ടായി പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ അവരെല്ലാവരും പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ആഫ്രിക്കൻ കൺട്രി എന്ന് പറയുമ്പോൾ മൊറോക്കോ ആണ്. മൊറോക്കോ ഇതിൽ കൂടുതൽ മുന്നേറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മൊറോക്കോയുടെ മത്സരവും വാച്ചബിൾ മത്സരമായിരിക്കും. ഞാൻ കാത്തിരിക്കുന്ന രണ്ടാമത്തെ പൊസിഷൻ നൽകുന്നത് മൊറോക്കോ മത്സരത്തിനാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്, ഓരോ മത്സരം കഴിയുമ്പോഴും അപ്രവചനീയമായി കൊണ്ടിരിക്കുകയാണ് ആരാകും ചാമ്പ്യൻ എന്നുള്ള കാര്യത്തിൽ. പക്ഷേ പ്രേക്ഷകർക്ക് പ്രവചിക്കാനുള്ള അവസരം കൂടി തങ്ങൾ ഒരുക്കുന്നുണ്ട്. റിപ്പോർട്ടർ TV, റിപ്പോർട്ടർ സ്പോർട്സും ചേർന്നിട്ട് ഒരുക്കുന്നുണ്ട്. ഒന്നാം സമ്മാനം കാത്തിരിക്കുന്നത് ജയേഷ് നമ്മൾ പറയുന്ന പോലെ ഗ്ലാൻസ് കാറാണ്. അതുകൊണ്ട് ഒട്ടും വൈകരുത്. 3 ചോദ്യത്തിന് ഉത്തരം നൽകിയാൽ മതി. 3 ചോദ്യത്തിന് ഉത്തരം. ഒന്നാമത്തെ ചോദ്യം, ലോകകപ്പിന്റെ ഫൈനലിലെ എതിരാളികൾ ആരായിരിക്കും, ഫൈനലിലെ സ്കോർ എന്തായിരിക്കും എന്നുള്ളതാണ്. വിജയിയെ പ്രവചിക്കുക എന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. മത്സരങ്ങൾ വീക്ഷിക്കുകയും ടാക്ടിക്സ് കാണുകയൊക്കെ ചെയ്യുന്നതിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വിൻ ആരാകും എന്നുള്ള ഏറെക്കുറെ പ്രവചിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സൈറ്റ് സന്ദർശിക്കുക, നമ്മുടെ സ്പോർട്സ് റിപ്പോർട്ടറിന്റെ പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഉഷാറാക്കുക മത്സരങ്ങളിലേക്ക്. നാളെ കാത്തിരിക്കുന്നത് അർജന്റീന കേബോ വെർദെ പോരാട്ടത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം തീവ്രമായിട്ടുള്ള മറ്റ് പോരാട്ടങ്ങൾ ഇരിക്കുന്നു. അതിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും നാളെ കാണാം.